ഇന്നത്തെ പ്രധാന വാർത്തകൾ. IBD3T വേൾഡിലെ ട്രെയിൻ സ്റ്റേഷൻ ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. കള്ളന്മാരല്ല, പകരം ആനിമൽസിൻ്റെ വാസസ്ഥലം ജുറാസിക് പാർക്കാണ് കണ്ടുപിടിച്ചിരിക്കുന്നു. ദയവുചെയ്ത് ജുറാസിക് പാർക്കിൽ പോവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അസംബിൾ ആവുക. ഓ മൈ ഗുഡ്നസ്, എന്താണ് ഞാൻ കേട്ടത്? എന്തോ ജുറാസിക് പാർക്കിൻ്റെ എന്തോ സംഭവം ഉണ്ടെന്നാണ് IBD3D ഇൻ്റർനാഷണൽ ന്യൂസിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഓൾറെഡി ഒരു ജുറാസിക് പാർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി, ഇതപ്പോൾ എന്തുവാന്ന് മനസ്സിലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എൻ്റെ ബോസ് തന്നിരിക്കുന്ന ചാലഞ്ചാണ്. എൻ്റെ അമ്മ, ഇവിടുത്തെ തലയെ വീണ എൻ്റെ കാര്യം കട്ടപ്പോകയാണ്. എൻ്റെ അമ്മയെ വേഗം, എൻ്റെ അമ്മയെ താഴെ വീണു. ഓ ഭാഗ്യം, ചത്ത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ പറയാനെന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ഇവിടെ വലിയ ഗ്യാങ്സ്റ്ററൊക്കെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ പണിയെല്ലാം പോയി. ഞാനിപ്പോൾ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ജോലിക്കാരനാണ്. ഇത് എൻ്റെ ബോസിൻ്റെ ന്യൂ ഥാറാണ്. ആ ഥാർ പിക്കപ്പ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. ബോസ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. സോ നമ്മുടെ അടുത്ത് പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പിന്നെ പോലീസൊന്നും കാണാതെ കൊണ്ടുപോകും. ഓക്കെ, ലെറ്റ്സ് ഗോ പ്രൊസീഡ്. ഓക്കെ. ഓ, ഇത് ഇച്ചിരി പാടാണ്, തറയെ വീണ ചാവും. അയ്യോ, എൻ്റെ അമ്മയെ, ബോസിൻ്റെ വണ്ടി താറുമാറായി. ഓ മൈ ഗോഡ്, തീർന്ന്. എനിക്ക് നേരെ ചുവേ കൊണ്ടുപോകണമെന്ന് ബോസാണ് ശബ്ദം തന്നത്. ഞാനാണ് ബോസിന് ശബ്ദം കൊടുത്തത്. ഇനി എൻ്റെ കാര്യം തീർന്നു. അയ്യോ, തീർന്നു. ഭാഗ്യം, നമുക്കൊന്നും പറ്റിയില്ല. കുറച്ച് ലൈഫ് പോയി, അത്രയേ ഉള്ളൂ. ഈ ബാഗും കണ്ണാടിയൊക്കെ മാറ്റി. ഓക്കെ, എൻ്റെ അമ്മേ, നമ്മുടെ ഡോറും ഡിക്കിയൊക്കെ പൊളിഞ്ഞു പോയി. പണി പാളി കഴിച്ചിട്ട് നമുക്ക് ബോസ് ജോലിയെ തരത്തില്ല. അയ്യോ, പിന്നെ ഞാൻ ഇടിപ്പിച്ച. എൻ്റെ അമ്മേ, നമ്മുടെ ഈ ഥാറിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ഇനി ജീവിച്ചിരിക്കുമെന്ന് തന്നെ തന്നൂടാ. നമുക്ക് തന്ന ചാലഞ്ചും തോറ്റുപോയി. പക്ഷേ ഗ്യാങ്സ്റ്റർ തന്നു വന്നിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ജുറാസിക് പാർക്കിലോട്ട് പോകാനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ജോബ് എന്ന് പറഞ്ഞാൽ. അയ്യോ, വഴി തെറ്റി. ഈ ഥാറിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ബുഗാട്ടിക്കാരൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കാം. സാറേ ലിഫ്റ്റ് തരൂ സാറേ. ഓടാച്ചക്ക അവിടെ നിന്ന്, നിനക്കൊന്നും ഞാൻ ലിഫ്റ്റ് തരത്തില്ല. പണ്ടേ അവിടെ കുറേ കൊലക്കേഴ്സിന് നീ അല്ലാതെ കാരണം. സാറേ, ഇപ്പം ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലിക്കാരൻ, ഒരു ലിഫ്റ്റ് താ സാറേ. ഓടാച്ചക്ക അവിടെ നിന്ന്. അയ്യോ, ഈ സാർ കേൾക്കുന്നില്ല. സാറേ, ഞാൻ വണ്ടി പിന്നെ വീട്ടിൽ കൊണ്ടുതരാം. അയ്യോ ചക്ക, അയ്യോ. പിന്നെ തരാം സാറേ. ശരി മോനെ. അമ്മേ, എൻ്റെ നാട്. ആ സാറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് നമ്മുടെ വണ്ടി അങ്ങ് എടുത്തു. ഇതിപ്പോൾ വണ്ടി പിന്നെ തിരിച്ചുകൊണ്ടുപോയി കൊടുക്കണം. നമ്മുടെ ഒരു ബന്ധുവാണ്, അപ്പം നമുക്ക് തിരിച്ചുകൊണ്ടുപോയി കൊടുക്കാം. റൗണ്ട് അബൌട്ട് എന്ത് ചെയ്യടേ? അയ്യോ ഗൈസ്, എൻ്റെ അമ്മ, 2 ഡോറും ബാക്കിലത്തെ അതിൻ്റെ സാധനമൊക്കെ പൊളിഞ്ഞു. വാൽവലോ എന്തൊക്കെയോ സാധനമൊക്കെ പൊളിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ലംബോർഗിനി ബുഗാട്ടി മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാത്തല്ലാതെ ഇപ്പോൾ തന്നെ ചാനൽ, അയ്യോ തെറ്റിപ്പോയി, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തല്ലാതെ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട്, എൻ്റെ അമ്മ ഇതെന്തുവാടേ? ഓ, അടുത്ത ബുക്കാട്ടി. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ പേര് കൊടുക്കാൻ വന്നതാണ്, വീട്ടിലല്ല. ഓക്കെ, നമുക്കപ്പോൾ പുതിയൊരു വണ്ടി വേണം. പോലീസുകാരുടെ അടുത്ത് ചോദിക്കാം. അയ്യോ, ഡ്രസ്സ് ഒന്ന് മാറ്റണം. കാരണം ഈ ഡ്രസ്സിൽ വന്നാൽ അത് പിടിച്ച് കയറ്റത്തില്ല. കാരണം സ്റ്റാൻഡ്, ഇത് കൊള്ളാം. ഒരു പാൻറ്റ് വേണം. പാൻറ്റ് തന്നെ മതി. ഒരു മാസ്ക് ഇടാം. ഈ മാസ്കും കൊള്ളാം. ഒരു തൊപ്പിയും വെച്ച്. ഓ, ഇപ്പം നമ്മൾ ഗ്യാങ്സ്റ്ററിനെ പോലെ ഉണ്ട്. കുഴപ്പമില്ല. കണ്ണാടി വെച്ചത് ഡൈനോസർ ചുമയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ വന്ന് വീഴും. അതുകൊണ്ടാണ്. അതായത് റിസപ്ഷനിൽ ആരും കാണാത്ത എന്താ, മോനെ നീ ഓരോ സീതയോ, നിന്നെ ഒന്ന് ജയിലിലൊക്കെ ഇട്ടാണല്ലോ, നീ എസ്കേപ്പ് ആയോ? അല്ല സാറേ, ഇപ്പം ഞാൻ എൻ്റെ ഒരു നോർമൽ ജോലിക്കാരനാണ്. അപ്പോൾ സാർ എന്തോ ഞങ്ങളുടെ ഇവിടെ IBD3D നാട്ടുകാർക്ക് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. എന്തോ ഒരു ജുറാസിക് പാർക്കിൻ്റെ സംഭവമായിട്ട്. എന്തോ സാറേ പ്രശ്നം? മോനെ, ഒപ്പം നീ അതിന് പോകാൻ തയ്യാറാണോ? ഓ ഹാവു, ഇവിടെ എന്തൊക്കെയോ കുറേ നാളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. അതെന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുറേ ജുറാസിക് പാർക്കിൽ ഇപ്പോൾ മൃഗങ്ങളും എല്ലാം ഇറങ്ങി. മൃഗങ്ങളെല്ലാം മോനെ ഡൈനോസർ. അത് കാരണം ഞങ്ങളിപ്പോൾ കഷ്ടപ്പെടും. മോനാണ് അതിന് പറ്റിയ ആൾ. മോൻ പോയിട്ട് ആൾക്ക് ഒന്ന് ഡിസ്ട്രോയ് ചെയ്തേ.
ഓക്കെ, അടുത്ത പണി കിട്ടി. നമ്മളിപ്പോൾ അതെല്ലാം ഇനി ഏത് വണ്ടി എടുക്കുമെന്ന് എനിക്ക് അതിനോട് ഐഡിയ. നമുക്ക് ഡിഫൻഡർ എടുക്കാം. വേണ്ട, നമുക്ക് ലെജൻഡ് എടുക്കാം. ഓക്കെ, ലെജൻഡിൻ്റെ കളർ മാറ്റാം. കളർ ബ്ലാക്ക് ഇടാം. ഓക്കെ, വേറെ ലെവല്. കണ്ണാടിയും വെച്ച് എല്ലാം ഇട്ട് നമ്മൾ സൂപ്പർ ടിക്കായിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ ടൊയോട്ട എന്നാണ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ. ഇപ്പോൾ അവിടെ RGS രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ സ്റ്റുഡിയോയുടെ പ്രൊമോഷനായിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ബുഗാട്ടിയുടെ കാര്യം തീരാതായിരിക്കുവാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മറ്റേ സാധനം, ജുറാസിക് വേൾഡ്. എൻ്റെ അമ്മേ, അയ്യോ, എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? അയ്യോ ഇത് നല്ല വണ്ടി ആയതുകൊണ്ട് ആകെ ഡിക്കി മൊത്തം പൊട്ടി. ഡിക്കിയും പൊട്ടിയില്ല, കഥകിൻ്റെ പറ്റിയ ലോക്കൊന്ന് പോയതേ ഉള്ളൂ. എന്ത് നല്ല വണ്ടി ഇത്! നല്ല ഇതുള്ള പ്രൊട്ടക്ഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ അമ്മയോ അയ്യോ പറഞ്ഞേ ഉള്ളൂ ഏത് പ്രൊട്ടക്ഷനാണ്. മുമ്പിലത്തെ സാധനം പൊട്ടി നമ്മുടെ. അയ്യോ, ഇതെന്തുവാടേ, ഫുള്ള് തകരാറാണല്ലോ. കുഴപ്പമില്ല, ലെറ്റ്സ് ഗോ. സോ ബേസിക്കലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പണി നിങ്ങൾക്കറിയാലോ. നമ്മുടെ ഈ കാറും എടുത്തുകൊണ്ട് നേരെ പോകാൻ പറ്റില്ല, ഡിനോസർമാർ തിന്നും. അപ്പോൾ ഞാൻ പണ്ടേ ഒരു ഡിനോസറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതൊക്കെ ലിങ്ക് ഓൺ ഡിസ്ക്രിപ്ഷനിൽ. നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ ഗോസ്റ്റ് ഹണ്ടർ ബൈക്കില്ലേ അതെടുത്തുകൊണ്ട് പോകാനാണ്. അതിൻ്റെ നമ്പർ അതിലേക്ക് പറഞ്ഞു 5555 ആണ്. യെസ് ഗൈസ്, സോ ഇതിൻ്റെ കളർ മാറ്റാം. റെഡ്. അയ്യോ, RGB ആക്കി. RGB വെറൈറ്റി ആയി ഗൈസ്. എന്തുവാടേ ഇത്? കൊള്ളാം. അപ്പോൾ RGBയുടെ ഒരു ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ RGB ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കളറിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. അത് ഇതുവരെ സ്റ്റുഡിയോ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ ഫിക്സ് ചെയ്തിട്ട്. സ്റ്റോപ്പത്തി. ഗൈസ്, വി ആർ ഗോയിങ് ടു എൻ്റർ ദ എപ്പിക് ജുറാസിക് പാർക്ക്. തുറക്കതാണോ? യെസ്. ഇനി ആരെങ്കിലും വന്നാൽ ഞാൻ കരിച്ചു കളയും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം ഇതിൽ നമ്മൾ ചാവുമെന്ന്. ചിലപ്പോൾ ചാവുമായിരിക്കും, എനിക്കറിയത്തില്ല. സോ ലെറ്റ്സ് പ്രൊസീഡ് ആൻഡ് ഗോ ആൻഡ് ചെക്ക് വെദർ എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്. നമ്മൾ എവിടെയെങ്കിലും ഇടിച്ചാൽ നമ്മളപ്പോൾ ചാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അയ്യോ T-Rex ഓടിക്കോ. T-Rex ഡേഞ്ചറാണ്, നിങ്ങൾക്കറിയാലോ. നമ്മുടെ സിംഹങ്ങളല്ല, സോറി, നമ്മുടെ ഈ സാധനം, ഇതിൻ്റെ പേരെന്തുവെന്നൊന്നും വന്നു. ഈ സാധനത്തിൻ്റെ ഡൈനോസർ, അതിൽ ഏറ്റവും പവർഫുൾ T-Rex ആണ്. മറ്റേ സാധനമൊക്കെ ചെറുതാണ്, സ്മൈനോസോറസ് ഒക്കെ. T-Rex എന്ന് പറഞ്ഞാൽ മഹാ ഡേഞ്ചറാണ്. അതാതടി ആനയാ? ആന എവിടെ നിന്ന് വന്നു ഗൈസ്? തെറ്റിപ്പോയി. ഞാൻ ജുറാസിക് പാർക്കിലാണല്ലേ വന്നേ. ആന നടക്കുന്നത് എന്തുകൂടെ? ഞാൻ ആനയൊന്നും സ്പോൺ ചെയ്തില്ലല്ലോ. ആനയെ കൊല്ലണ്ട, കാരണം ആന പാവമാണ്. ഇതിപ്പോൾ ജുറാസിക് പാർക്ക് അല്ലെന്ന് തോന്നുന്നു, കാടെങ്ങാണ്ട. കാരണം ആനയും പുലിയും സിംഹവും ഒക്കെ ഉണ്ട്. സിംഹവും പുലിയും ഉണ്ട്. ഇത് വെച്ച് ആനയെ കൊല്ലാൻ പറ്റും? അറിയത്തില്ല. എന്തുകൂടെ ഫുള്ള് ഗ്ലിച്ചായിരുന്നു തോന്നുന്നു നമ്മുടെ ജുറാസിക് പാർക്ക്. ആനയൊക്കെ വന്ന് ആനയുടെ പുറത്ത് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 6 അടിച്ച ആന വരും. ആന ഇങ്ങനെ കൊല്ലാൻ പറ്റും? എനിക്ക് ആനയെ കൊല്ലുന്ന ഇഷ്ടമല്ല, എൻ്റെ ഫേവറേറ്റ് ആനിമലാണ്. ഗൈസ്, ആനയെ ഇത് വെച്ച് കൊല്ലാൻ പറ്റില്ല. പക്ഷെ ആന മുമ്പിലോട്ട് പോകും. അപ്പം നമ്മുടെ ഈ ബൈക്ക് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് നല്ല സംഭവമാണല്ലോ. നമ്മുടെ ജുറാസിക് പാർക്കിന് പുതിയ അപ്ഡേറ്റ് വന്നു, എടുത്ത് നോക്കുക. ആന അതിൻ്റെ അകത്തോട്ട് ഇനി വേറെ വല്ല മൃഗം ഉണ്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ജുറാസിക് പാർക്ക് ദ ഹണ്ടിങ് ഓഫ് ജുറാസിക് പാർക്ക് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവർക്ക് ലിങ്ക് ഓൺ ഡിസ്ക്രിപ്ഷൻ. ഒരു എപ്പിക്കായിരുന്നു ആ പാർട്ട്. കാണാത്തവർക്ക് ലിങ്ക് ഓൺ ഡിസ്ക്രിപ്ഷൻ എടുത്തൊന്ന് കാണുക. അപ്പോൾ ഓക്കെ. ഇത് എവിടെയാടേ? T-Rexനെ നമുക്ക് ഹണ്ട് ചെയ്യണം. സ്പൈനോ തീർന്നടാ. സ്പൈനോയും T-Rex ഒരുമിച്ച് വന്ന് നമ്മുടെ കാര്യം തീർന്ന്. സ്പൈനോ അറിയാലോ, T-Rexന്റെ കൂടെ തന്നെ പൊരുതി നിൽക്കുന്ന ഒരു സാധനമാണ് സ്പൈനോ. അയ്യോ എൻ്റെ അമ്മേ, സ്പൈനോയും T-Rex കൂട്ടനും കൂടി വന്നു. T-Rexന്റെ ഫുൾ നെയിം ടൈറ്റാനോസോറസ്, ഇത് സ്പൈനോസോറസ് ഒക്കെയാണ്. എല്ലാ സോറസുമാരാണ്. ഡൈനോസോറസ്. ഇത് കുന്തോടെ ഇത്. അയ്യോ, നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തി. ഇത് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊല്ലും ഇതിനെ? നല്ല പേടിയുണ്ട്, കാരണം ഇത് ഡേഞ്ചർ പിടിച്ച കളിയാണ്. നമുക്കിതിൻ്റെ കൂടെ ആരുമില്ല. നമ്മുടെ കൂടെ ഐഡിയ നമുക്ക് നമ്മുടെ ഇത് സ്പോൺ ചെയ്യാം. ടാങ്കിൻ്റെ നമ്പർ 4040 ആയിരുന്നു.
അയ്യോ തെറ്റുന്ന കേസ് എനിക്ക് പേടിച്ചായിരുന്നു തോന്നുന്നു. പക്ഷെ നമ്മൾ ഹണ്ടിങ്ങിന് വന്നതാണ്. ഇതെടുത്ത് പിടിച്ചിട്ട് നമുക്ക് കയറാം. ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കൂ. ഓക്കെ, ഏതവന്മാരും വന്നാൽ നമ്മൾ പൊട്ടിച്ച് കളയും. ഇതിനാണെങ്കിൽ ഒരു സ്പീഡും ഇല്ല. ഇതിൻ്റെ സാധനം പൊക്കി വെക്കുന്ന ഭയങ്കര പാടാണ്. ഇങ്ങനെ പൊക്കി വെച്ചാൽ ആകാശത്ത് പോകും, ഇങ്ങനെ പൊക്കി വെച്ചാലും ആകാശത്ത് പോകും. ഭയങ്കരമായിട്ട് താത്തിട്ടേ ഇങ്ങനെ പോകും. അപ്പം ഇങ്ങനെ താത്ത് വെച്ചിരിക്കാം. അപ്പോഴാണ് ഗൈസ് അതെന്തുവായിരുന്നടേ, നമ്മൾ ചത്ത. ഓ, ഇങ്ങനെ വെക്കണം. ഏറ്റവും താക്കണ്ടേ ഇച്ചിരി. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓടിക്കാം. ഇച്ചിരി പൊക്കിയ യെസ്, ഇതാണ് പെർഫെക്റ്റ്. ഇതിനെ കൊല്ലാൻ പറ്റുന്ന റിസൾട്ട് ട്രൈ ചെയ്യാം. മോനെ സോതി കുട്ട. അയ്യോ വേവിങ് നടക്കട്ടെ ഗൈസ്. യെസ് ഗൈസ്, വലിയ ഡൈനോസർ ചാവും. നമ്മളിപ്പോൾ റിയലൊരു ഹണ്ടിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആടാ സ്പൈനോസോറസോ ടൈറ്റാനോ എന്തെങ്കിലും വന്നോ ഞാൻ ഇപ്പം തീർത്ത് കാണിച്ചു. ആരാണ് വരാത്തത്? മറ്റേ വീട്ടിൽ നമ്മൾ ഹണ്ടൊന്നും ചെയ്യുന്നില്ല. ഇത് റിയൽ ഹണ്ട് ഗൈസ്. പുള്ളിൻ്റെ അടുത്ത് കൊടുക്കണം. മിസ്റ്റർ സ്പൈനോസോറസ് ടൈറ്റാനോസോറസ് കം ഹിയർ. തെറ്റിപ്പോയി. അയ്യോ ഗവൺമെൻറ് വഴക്കായതാണ്. ജുറാസിക് പാർക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ എന്തുവാണ്? ഓ ഗൈസ്, ഇവിടെ എന്തോ സെപ്പറേഷൻ പോലായി. എനിക്ക് സ്പെഷ്യാലിറ്റി അവർ വരുത്തി, അവിടെ സെപ്പറേഷനായി. അതെന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഈ ആരും കാണുന്നില്ല. നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞെല്ലാം പേടിച്ച് വീട്ടിൽ പോയിരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തുവാടേ ആകെ വെജ് ഡൈനോസറിനെ കണ്ടുള്ളൂ. അതിൻ്റെ പേരെന്തോ? അയ്യോ എൻ്റെ അമ്മച്ചി, ഞാൻ കണ്ടിട്ട് ഇത് എവിടെ നിന്ന് വന്നിട്ടേ? ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ലേ? അയ്യോ അയ്യോ, ഇത് പണിയാവുന്നു ആണ്. ഞാൻ പ്രിപ്പയറും ചെയ്തില്ല. യെസ് ഗൈസ്, സോ ഫൈനലി നമ്മുടെ മെയിൻ ഹൈൻഡായിട്ടുള്ള ടൈറ്റാനോസോറസ് മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനിയും ടൈറ്റാനോസോറസ് കാണും. ഇനി നമ്മുടെ സ്പൈനോണ്ണനെ പിടിക്കണം. സ്പൈനോണ്ണനെ അവിടെ നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ലൈക്ക്, നമ്മൾ 500 ലൈക്കാണ് നോക്കുന്നത്. വെരി വെരി സ്മോൾ ടാർഗറ്റാണ്. സോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അയ്യോ എൻ്റെ അമ്മയ്ക്ക് സ്പൈനോണ്ണം എന്ന് ഞാൻ കണ്ടില്ല. അയ്യോ തെറ്റി. യെസ് ഗൈസ്, എൻ്റെ അമ്മ ഇത് ഗ്ലിച്ചടിച്ച്. പക്ഷെ അയ്യോ നമ്മുടെ സാധനം എന്ത് ഗ്ലിച്ചായിരുന്നല്ലേ. നമ്മുടെ ഒറ്റ മേടിയിരിക്കുന്ന സാധനം തിരിഞ്ഞു പോയി. സോറി സ്പൈനോണ്ണ. ഓ സ്പൈനോൻ്റെ വയറ് നോക്കേ. ഓ സോറി, ഗ്ലിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട നശിപ്പിക്കണം. ഇവിടെയാണ് നമ്മുടെ മുട്ട മേണ്ടി ഇരിക്കുക. ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റും. പണ്ട് ഇത് അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് ഇതാത്തി. ഓ ഈ ഇത്രയും താത്തി നമ്മൾ ചെണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനി ഈ പണിക്കൊന്നും നിൽക്കുന്നില്ല. എവിടെയാണ് ഡൈനോസർ? അപ്പം നിങ്ങൾക്ക് ഈ പാർട്ടും എല്ലാം അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഏത് ഭാഗത്തിലാണ് ഏത് ഡൈനോസർ? കുഞ്ഞു ഡൈനോസേഴ്സ് മറ്റേ കുഞ്ഞു കുഞ്ഞു കാണാം. എന്തുവാടേ ഇത് ആരെയും കാണുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി പുറത്ത് പോവാം. അയ്യോ കുടുങ്ങി ഗൈസ്. ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ ഈ ഡൈനോസറുകൾ. ഓ ചുമ്മാതെ ഞാൻ ഇതൊക്കെ വിടുവാണ്. കാരണം എനിക്ക് ജുറാസിക് പാർക്ക് പണ്ടേ ഇഷ്ടമായില്ല. കാരണം ഡൈനോസറുകൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും കുറച്ച് പേര് ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ നമുക്കിനി പുറത്ത് വിട്ട് വേറെ ഏത് സാധനത്തെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡൈനോസറിനെ സ്പോൺ ചെയ്യാൻ പറ്റും. അതറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇതിൽ ആടെ വന്നാലും ഒരു മിസ്റ്റീഫ് തിങ് ആയിപ്പോയി. കാരണം ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇതെന്ത് ഗ്ലിച്ചാടേ. വേറെ വണ്ടി എടുത്ത് അപ്പം തന്നെ എല്ലാം എണ്ണം ഓടി വന്ന് എന്നെ കൊല്ലും. ഈ മരമൊക്കെ പൊട്ടുന്നില്ലടേ. ഓക്കെ ഓക്കെ, ഞാൻ പൊട്ടിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. പൊട്ടിയിട്ട് ഇനി ഏറ്റവും ഓ എൻ്റെ അമ്മക്ക് ഞാൻ എന്തോ കാണിക്കുന്നത്. എനിക്ക് തന്നെ അറിയാൻ ദേഷ്യത്തിലാണോ അത്? അയ്യോ ഇവിടുത്തെ ഗേറ്റ് എന്താണ്? ഇവിടെ ആയിരുന്നല്ലോ നേരത്തെ ഗേറ്റ്. അയ്യോ എൻ്റെ അമ്മച്ചി ഇതെന്തോന്ന് ഗ്ലിച്ച്, ഫുള്ളി ഗ്ലിച്ചായി. ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ ഗ്ലിച്ചടിച്ച് പോവും. അയ്യോ ഗൈസ് ഇതെന്ത് ഗ്ലിച്ച് ഇതിപ്പോൾ. അയ്യോ ഗൈസ് ഇത് ഓക്കെ. അയ്യോ ചത്ത്. ഇതെന്തോ സ്കൈഫോളാ? ഇതെന്തോടെ ഫുള്ള് ഗ്ലിച്ചായി.
ഗൈസ് അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനോ ഉണ്ട്. അതിൻ്റെ 50-50 അടിക്കുമ്പോൾ അയ്യോ ഷെടാ അതെന്ത് വരുന്നടേ ഇതെന്താണ് ഗൈസ്? ഓക്കെ ഇത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറത്ത് പോയി നോക്കാം. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കാം. ഇടിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ നടന്നോണ്ടാ കുട്ട ഞാൻ വരുന്നു. സ്പൈനോണ്ണൻ അണ്ണാ സ്പൈനോ അയ്യോ താ വരുന്നു. ഞാൻ ചുമ്മാതെ വന്നപ്പോൾ തന്നെ അയ്യോ എന്നെ ഓടിക്കണേ, ഞാനിപ്പോൾ ചാവും. അല്ല ഞാൻ കൂട്ടുകാരനല്ലേ? ഹലോ ഞാൻ കൂട്ടുകാരനാ. ഹലോ ഞാൻ നിങ്ങളുടെ മോനാ. ഓ ഗൈസ് തീർന്നു. ഓക്കെ ഗൈസ് അപ്പം ഇത്രയാണ് ഈ വീഡിയോ. അയ്യോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ദേഷ്യം വരും. ഓക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എത്ര ഡൈനോസറിൻ്റെ ചീറ്റ് കോഡ് കാണിച്ചത്. ഇതൊക്കെ പണ്ട് അറ്റാക്ക് ചെയ്യത്തില്ലായിരുന്നു. നമുക്ക് ഇതിനെ വെച്ച് ബാക്കി ആൾക്കാരെ കൊല്ലായിരുന്നു RGS ടൂളിൻ്റെ സഹായത്തിൽ. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ കൊള്ളാതായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയാണ്. സോ ആദ്യത്തേത് 50 അടിക്കുമ്പോൾ ഈ സാധനം ഇത് നമുക്ക് റൈഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രെയിൻ വന്നു. ട്രെയിൻ കയറിയാൽ ആരുമില്ല. അപ്പോൾ നമുക്ക് ട്രെയിനെ പറഞ്ഞു വിടാം. അതാണ് നമ്മുടെ മെയിൻ ജോലി. എൻജിൻ ഓക്കെ ബൈ എല്ലാവരും ബൈക്കോ. അപ്പോൾ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് അടുത്ത ഡിനോസറിൻ്റെ ചീറ്റ് കോഡ് നോക്കാം. അവിടെ പൊട്ടിയില്ല, എന്നാൽ അപ്പോൾ പൊട്ടിക്കോളും. അടുത്ത ഡിനോസറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 53 അടിക്കുക. നമ്മുടെ ഈ സാധനം വരും. ഇതിൻ്റെ ബെർച്ച ഇങ്ങനെന്തോ സാധനമാണ്. ഫുൾ നെയിം കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല. ഭയങ്കര വലുതാന്നേ ഉള്ളൂ. മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വല്ലാത്ത വലുതാണ്. അപ്പോൾ ഇനി നമുക്ക് അടിക്കേണ്ടത് 52. നമ്മുടെ സ്വന്തം സ്പൈനോണ്ണം വരും. ഇത് അറ്റാക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ ജുറാസിക് പാർക്കിനെ പോലെ കാണുമ്പോൾ അറ്റാക്ക് ചെയ്യത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ജുറാസിക് പാർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യും. 52 അടിക്കുമ്പോൾ നമ്മുടെ സ്വന്തം തെറ്റി. ഞാൻ തെറ്റിപ്പോയി. 51 അടിച്ചാൽ നമ്മുടെ T-Rex ആണ് വരിക. ഞങ്ങൾക്ക് 2-3 എണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആകാശത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ എൻ്റെ അമ്മച്ചി നമ്മളെ വോയിഡിലോട്ട് പോയി. സ്പൈനോണ്ണൻ നടക്കുന്നുണ്ടോ? എന്ത് സുന്ദരമായിട്ടാണ്. അയ്യോ സ്പൈനോണ്ണൻ്റെ അകത്ത് കയറിപ്പോയി. ഈ സാധനത്തിൻ്റെ ഹൈറ്റ് കാണുമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകണം. അതാണ്ടോ കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് ഇതിരിക്കുക. അയ്യോ എന്ത് ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിനെ കൊല്ലുന്നത് നമ്മളിപ്പോൾ ഇതെടുത്തിട്ട് വെടി വെക്കുവാന്ന് വിചാരിച്ചോ. ഇനി നമ്മൾ സ്നൈപ്പർ വെച്ചിട്ട് ഒരു വെടിക്ക് തരും. അങ്ങനത്തെ അത്രയ്ക്കും പവർഫുള്ളാണ് സ്നൈപ്പർ നമ്മുടെ. ഓക്കെ ഇനി കണ്ടോ കച്ചത്ത് അതേപോലാണ്. ഇപ്പോൾ ഇതിനെ വെടി വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് വേറെയാന്നേ ഉള്ളൂ. ഇങ്ങനെ സ്നൈപ്പറിനും ഭയങ്കര എന്ത് മറ്റേവൻ 2 എണ്ണത്തിന് സ്പോൺ ചെയ്തായിരുന്നു. തീരട്ടെ. ഓക്കെ ഇതിൻ്റെ കണ്ണിലോട്ട് വെടിവെക്കാം. പാവമാണിത്. സോറി അണ്ണാ. അയ്യോ എന്തുവാടേ എവിടെ പോയി? ഇത് തിരിഞ്ഞ് നടക്കും. അയ്യോ ഗൈസ് ഇതെന്തുവാടേ? യെസ് ഗൈസ് സ്നൈപ്പറിൻ്റെ പക്ഷേ 2-3 ഉണ്ട വന്നതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അത് തോന്നലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനി ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ ആയിരുന്നു. ഇനി അടുത്ത കമൻറ്റ്സ് ഇടുന്ന പോലെ ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.